Good neighbor to bank on. Kodungalur Town Cooperative Bank. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. Good neighbor to bank on. Kodungalur Town Cooperative Bank. കൊടുങ്ങല്ലൂർ മേത്തല കൃഷിഭവൻ പരിസരത്ത് ഗ്രാമശ്രീ ഹോട്ടി സ്റ്റോൺ ഉദ്ഘാടനം ചെയ്തു. മേത്തല കൃഷിഭവൻ പരിസരത്ത് പ്രവർത്തിച്ചു വരുന്ന നാടൻ പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രത്തിലാണ് ഹോട്ടി സ്റ്റാർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നാടൻ പച്ചക്കറികളും ഹോർട്ടികോപ്പ് കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പച്ചക്കറികളും ഇനി മുതൽ ഇവിടെ ലഭ്യമാകും. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വിലക്കയറ്റം പിടിച്ചു നിർത്തിക്കൊണ്ട് സബ്സിഡി നിരക്കിൽ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ആളുകൾക്ക് വളരെ സുതാര്യമായി എത്തിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ്. ഇപ്പോൾ വരാൻ പോകുന്ന ഓണനാളിൽ വിലക്കയറ്റം കരിഞ്ചന്ത ഉൾപ്പെടെ അവസാനിപ്പിക്കാൻ സർക്കാരിൻ്റെ വലിയ പരിശ്രമം നടക്കുകയാണ്. കൃഷിഭവനും അതേപോലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും സംസ്ഥാന സർക്കാരും വലിയൊരു ഇടപെടൽ ഈ മേഖലകൾക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്ക് കരിഞ്ചന്തയിൽ നിന്നും മാറ്റപ്പെട്ട് സബ്സിഡി ഇനത്തിൽ ഉൽപ്പന്നം കിട്ടാൻ ആവശ്യമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന ഓണച്ചന്ത ഉൾപ്പെടെ നമുക്കറിയാം ഇവിടെ വലിയ കുറഞ്ഞ രൂപത്തിലുള്ള പച്ചക്കറി സാധനങ്ങൾ കിട്ടാൻ വേണ്ടി പോവുകയാണ്. തൊട്ടപ്പുറത്ത് സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാവിരി സ്റ്റോർ, നീതി സ്റ്റോറുകൾ ഉൾപ്പെടെ എല്ലാ മേഖലയും പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയൊരു വിലക്കയറ്റം പിടിച്ചെടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അതിൽ സർക്കാർ സംവിധാനമാണ് ഇവിടെ ഇന്നിപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം വെളിച്ചെണ്ണ വില കുത്തനെ കയറിയിരിക്കുകയാണ്. 500 രൂപക്ക് അടുത്ത് വെളിച്ചെണ്ണ വില. തേങ്ങ എവിടെയാണോ തേങ്ങക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാർ ഓണനാളിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തി സബ്സിഡി നിരക്കോടുകൂടി വെളിച്ചെണ്ണ കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറേ കൂടി തേങ്ങ മാർക്കറ്റുകൾ വരാൻ പറ്റുന്നുണ്ട്. തേങ്ങയുടെ കുറച്ച് വിലക്കയറ്റം കുറച്ച് കുറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇനവും പരിശോധിച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊള്ള ചെയ്യുന്ന ചില കമ്പനികളുണ്ട്. ആ വിലക്കയറ്റം എങ്ങനെയാണോ പിടിച്ചു നിർത്തേണ്ടത് അതിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉമ്മറത്ത് നാടൻ പച്ചക്കറികളുടെ ശേഖരമാണ്. സർക്കാർ സംവിധാനത്തിൽ ആളുകൾക്ക് കുറേയും കൂടിയും സുഖകരമായി കിട്ടാൻ ആവശ്യമായ ഇടപെടലാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാരും ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടപ്പാക്കുന്നത്. അതിന് നമ്മുടെ എല്ലാവരുടെയും പിന്തുണ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവണം. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. ഹോർട്ടികോപ്പ് അസിസ്റ്റന്റ് മാനേജർ കാർത്തിക് പദ്ധതി വിശദീകരണം നടത്തി. എഡിസൺ പ്രേമൻ KS കൈസാബിൽ നിന്നും ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. TS സജീവൻ, KK വിജയൻ, OC ജോസഫ്, ഗീത റാണി, PO ജോൺസൺ, ടീന സീമന്തി, UA ആൻസി എന്നിവർ സംസാരിച്ചു. കൃഷിക്കൂട്ടം സെക്രട്ടറി ദീഷ്മ സ്വാഗതവും കൃഷിക്കൂട്ടം പ്രസിഡന്റ് സരിത മനോജ് നന്ദിയും പറഞ്ഞു.